ചിങ്ക ചിക്ക ചിങ്കാരേ ചിങ്കാരി ചിക്ക ചിങ്കാരേ. ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്നതാ ഞാൻ തുണിയൊക്കെ എടുത്ത് എന്താ പരിപാടി എന്ന് വെച്ചാൽ ഇതൊക്കെയാണ് ഫ്രണ്ട്സ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം ഞാൻ ഒരു കറുത്ത പീസ് ഞാൻ ആദ്യം വെട്ടണുണ്ട്. ചിങ്ക ചിക്ക ചിങ്കാരേ. അത് കഴിഞ്ഞ് ഞാൻ ഒരു ആദ്യത്തെ ഒരു പീസാണ് കേട്ടോ. ഇത് ഒരു 8 ഇഞ്ചിൻ്റെ ഒരു പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം ഞാനിതിന് ഡീറ്റെയിൽസായിട്ട് കാര്യങ്ങളൊന്നും ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. കാരണം ഇതിന് നന്നായിട്ട് തയ്ക്കുന്ന അറിയുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കടെ ചാനലോ അല്ലെങ്കിൽ വീഡിയോസോ അല്ലെങ്കിൽ അവരൊക്കെ നന്നായിട്ട് തയ്ക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ഞാൻ എന്ന് പറയണത് എനിക്ക് അറിയണ പോലെ ഞാൻ തയ്ച്ച് പോണതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ ഒരു പില്ലോ കവർ തയ്ക്കാനായിട്ടുള്ളൊരു ശ്രമത്തിലാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് അളവൊക്കെ എടുത്ത് ഞാൻ ഒരെണ്ണം തയ്ച്ച് ഞാൻ അവിടെ മാറ്റി വെച്ചു. ഇത് രണ്ടാമത്തെ പില്ലോ കവറാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അന്നു വാനത്തുരത്തിലെ നീർപദങ്ങൾ നേരിടും അമ്പിളിക്കഥയ്ക്കുള്ളിലെ ആമ കുഞ്ഞനോ. ആമ കുറുമ്പനെന്ന് നെഞ്ചത്തെ വെറ്റിലച്ചെള്ളവുമായി താനെ വലിഞ്ഞു കയറി ദൂരത്തിനെങ്ങോ പതുങ്ങിയല്ലോ കുഞ്ഞിളം വാവേ. കഥ കേട്ട് പൊന്നെ തളരാതെ മോമൽ ചിരി പോ. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ അനിയൻ്റെ പാട്ടൊക്കെ നിങ്ങൾ കേട്ടില്ലേ? അപ്പോൾ കാര്യത്തിലേക്ക് വരാം. അപ്പോൾ അത് എൻ്റെ പില്ലോ കവർ ഏകദേശം ഇവിടെ റെഡിയായി ഇരിപ്പുണ്ട്. അപ്പോൾ അങ്ങനെ റെഡിയായി റെഡി ആവുന്നുള്ളൂ കേട്ടോ. അപ്പോൾ തയ്ച്ചത് തീരാറായിട്ടുണ്ടെന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെ തയ്ച്ചത് തീരാറായിട്ടുണ്ട്. ഇനി ഫൈനലാണ് അല്ല. അപ്പോൾ അങ്ങനെ ചില വീഡിയോസ് ചെയ്യുമ്പോൾ ഇടയ്ക്ക് രണ്ടാമതായിട്ട് ഇതിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ആദ്യം തൊട്ട് വീണ്ടും ഇത് നമ്മൾ എന്താ പറയുക എഡിറ്റ് ചെയ്യുമ്പോൾ വീണ്ടും നമുക്ക് കാണേണ്ടതായിട്ട് വരാണ്. അപ്പോൾ അങ്ങനെ ഒരു മിസ്റ്റേക്ക് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഓരോന്നും ഞാൻ നോക്കുക. അപ്പോൾ ഒരു പീസ് ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ കാണണില്ല ഫ്രണ്ട്സ്. അതാട്ടോ നോക്കണത്. അപ്പോൾ ഇങ്ങനെ കാണാത്ത ആറുകൊണ്ട് അവിടെയൊക്കെ തപ്പി നോക്കുക. എനിക്ക് ഈ തുണി എന്ന് പറയുന്നത് നമ്മുടെ ബെഡ്ഷീറ്റിൽ പില്ലോ കവറിൻ്റെ ഇതുണ്ടാവും. അതുകൂടി ഇപ്പോൾ നമുക്ക് ബെഡിൽ വിരിക്കുമ്പോൾ നമ്മുടെ ബെഡിനേലും കൂടുതൽ പറയാം, ബെഡിനേലും കൂടുതൽ തുണി ഉണ്ടെങ്കിൽ നമുക്കത് പില്ലോ കവർ തയ്ക്കാനായിട്ട് ഉണ്ടോയെന്ന് നോക്കിയാൽ നമുക്ക് ഉണ്ടെങ്കിൽ മാത്രം കുറച്ച് ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു തുണിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ ഇതിൽ ഈ ബെഡ്ഷീറ്റിൽ നമുക്ക് പില്ലോ കവർ തയ്ക്കാനുള്ള തുണി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ബെഡ്ഷീറ്റിൽ പില്ലോ കവറിൻ്റെ അളവ് എടുത്തിട്ട് ബെഡ്ഷീറ്റ് നന്നായിട്ട് നീറ്റായിട്ട് വെട്ടിയിട്ടാണ് ഞാൻ നമ്മുടെ പില്ലോ കവറിൻ്റെ അളവ് എടുത്ത് മാറ്റി വെച്ചേക്കണതാണ് കേട്ടോ ഫ്രണ്ട്സ്. We got scared when it got darker at night, 'cause everyone was missing safety lights. So we tried to use a flashlight as a guide. And now I'm standing in an overcrowded train, picturing the times we had as children while the rain is pouring down the windows and the people push their way. Take me back to my hometown. Take me back to my loved ones. We were kids, now we're all grown. Back in my hometown. Take me back to my hometown.
ഇതാ നമ്മുടെ പില്ലോ കവർ ഇതാ ഏകദേശം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ്. ഞാനിതിപ്പോൾ ഇങ്ങനെ തയ്ക്കണുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും നമുക്ക് വിട്ടു പോകണമെങ്കിൽ അതൊക്കെ ഓർത്തെടുത്ത് തയ്ക്കണതാണ്. കാരണം കുറേ നാളായി ഞാൻ ഒരു സാധനം ഇങ്ങനെ പില്ലോ കവറായാലും എന്തും തയ്ച്ചിട്ട് കുറേ ഇപ്പോൾ നമ്മളിങ്ങനെ എന്നിട്ട് കുറേ നാൾ കഴിഞ്ഞ് തയ്ക്കണമെങ്കിൽ നമ്മുടെ മെമ്മറിയിൽ തയ്ക്കേണ്ട കുറേ കാര്യങ്ങളൊക്കെ വിട്ട് പോകും. പിന്നെ നമ്മളത് ഓർത്തെടുക്കണം എങ്ങനെയാണ് തയ്ക്കേണ്ടതെന്ന്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഒന്നെങ്കിൽ വേറെ ക്ലാസ്സിലൊക്കെ പോയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വീഡിയോ കാണാനായിട്ട് നോക്കാം. അപ്പം ഞാൻ ഇതിപ്പോൾ വീഡിയോ കാണാണ്ട് നമ്മൾ ചെയ്യണത് കൊണ്ട് നമുക്കതിൻ്റേതായിട്ട് പോരായ്മകളൊക്കെ കുറവുകളൊക്കെ ഉണ്ടാകും. അപ്പം അങ്ങനെ ഏകദേശം നമ്മുടെ പില്ലോ കവർ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിന്ന് ജസ്റ്റ് ഒന്ന് ചെയ്യണം. അതും കൂടി ചെയ്തിട്ട് വേണം. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഇങ്ങനെ ഒന്നാമത് തന്നെ തുണി അങ്ങനത്തെ തുണി ആയതുകൊണ്ട് ഒന്നാമത് തന്നെ ഇങ്ങനെ പിന്നി പോകും തുണി. പിന്നെ അതുമല്ല പെട്ടെന്ന് കീറാണ്ടിരിക്കാനും നമ്മളിത് ഒരു ലൈനും കൂടി തയ്ക്കണത് നല്ലതായിരിക്കും കേട്ടോ ഫ്രണ്ട്സ്. അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് തയ്ച്ചിട്ട് പിന്നെ ബാക്കി തുണി ഉണ്ടെങ്കിൽ അതൊക്കെ വെട്ടിക്കളയുക. നമുക്ക് കറക്റ്റ് അളവായിരിക്കും എടുക്കണത്. പക്ഷെ എന്നാൽ പോലും ചിലപ്പോൾ ഇങ്ങനെ തയ്ച്ച് വരുമ്പോൾ ചില ഏരിയയിൽ ഇങ്ങനത്തെ തുണി ആയതുകൊണ്ട് ചില ഏരിയയിൽ മാത്രം കുറച്ച് തുണി വേസ്റ്റായിട്ട് വരും. അപ്പോൾ നമ്മൾ ആ തുണി ഒന്ന് വെട്ടിക്കളയാനതൊക്കെ നല്ലതായിരിക്കും. പിന്നെ മടക്കി തയ്ക്കേണ്ട ഭാഗങ്ങൾ നന്നായിട്ട് നല്ല ക്ലിയറോടെ 2 മടക്ക് ഇട്ട് തയ്ക്കാനായിട്ട് ശ്രമിക്കാം. അങ്ങനെ കാര്യം ഇത് ഞാൻ ഡീറ്റെയിൽസ് ആയിട്ടൊന്നും പറയണില്ല ഈ വീഡിയോ. കാരണം എന്നേൽ നന്നായിട്ട് ഞാൻ വീണ്ടും പറയാം, എന്നേൽ നന്നായിട്ട് ഇത് ചെയ്യുന്നവരുണ്ടാകും. എനിക്കിപ്പോൾ ഞാൻ കുറേ നാൾ കഴിഞ്ഞിട്ട് ഒരു പില്ലോ കവർ വീഡിയോ ചെയ്യാം എന്ന് വിചാരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനേലും നല്ലൊരു വീഡിയോ ഞാൻ അന്ന് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ കാരണം ഇന്നിപ്പോൾ ഞാൻ മെഷർമെൻറ്റ് എല്ലാ കാര്യങ്ങളും എല്ലാ അളവുകളും കാര്യങ്ങളും എടുത്ത് നിങ്ങളെ കാണിക്കാത്തത് ഒന്നാമത് എനിക്ക് ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം ഒരു ഊഹം വെച്ചിട്ടാണ് ഒക്കെ ചെയ്യണത്. ഒക്കെ ഒരു ഊഹമാണ്. അത് പില്ലോ കവർ അങ്ങനെ എനിക്ക് എൻ്റെ അളവ് മാത്രം എനിക്ക് കൃത്യം അറിയുള്ളൂ. ബാക്കി ആർക്കടെ അളവ് എനിക്കിപ്പോഴും അറിയത്തില്ല. അതെങ്ങനെ എടുക്കണ്ടേന്ന് പോലും അറിയത്തില്ല. എന്തെങ്കിലുമൊക്കെ ഞാൻ പഠിക്കുമായിരിക്കണം. അപ്പം അങ്ങനെ അപ്പോൾ നമ്മുടെ പില്ലോ കവർ ഇവിടെ റെഡി ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇതിപ്പം ഞാൻ നേരത്തെ എടുത്ത് വെച്ച വീഡിയോ ആണ്. അതുകൊണ്ടേ അത് നേരത്തെ ഇടുന്നെന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ മെസ്സേജും പോട്ടെ ഇങ്ങനെ ഓട്സ് പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ എപ്പോൾ വെച്ച ഒരു വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ മുൻകൂട്ടി ചിലപ്പോൾ വിട്ടു പോകാൻ ചില കാര്യങ്ങൾ. അപ്പോൾ ഇത് അങ്ങനെ കേട്ടോ. അപ്പോൾ ചിലവർക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവാൻ വഴിയില്ല. കാരണം ഇത് ലെങ്ത്ത് കുറേയുള്ള വീഡിയോ, ഒരു 5 മിനിറ്റിൻ്റെ പരിപാടിയേ ഉള്ളൂ ഇത് ശരിക്കും നമ്മുടെ പില്ലോ കവർ തയ്ക്കാനായിട്ട്. എനിക്ക് 2 പില്ലോ കവർ ഞാൻ തയ്ച്ചു. ഇത് 2ാമത്തെ പില്ലോ കവറാണ്. അപ്പോൾ അത് ലാസ്റ്റ് ഞാൻ കാണിക്കുന്നതായിരിക്കും കേട്ടോ. ലാസ്റ്റ് എന്തായാലും കാണിക്കുന്നുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. ഈ വീഡിയോസ് ചില ഇടങ്ങളിൽ വീണ്ടും റിപ്പീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ക്ഷമിക്കണം കേട്ടോ. ആരെങ്കിലും ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം. കാരണം ഇത് എഡിറ്റ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റണില്ല. എനിക്കറിയണ മാതിരിയാണ് ഞാൻ വോയിസ് ചേഞ്ചർ തരണത്. അതുപോലെ തന്നെ ഞാൻ എഡിറ്റ് ഒക്കെ ചെയ്യണത് എനിക്കറിയണ രീതിയിലാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് എഡിറ്റ് ചെയ്യണവർ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ മിസ്റ്റേക്ക് തോന്നാം. പക്ഷേ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് എൻ്റെതായ രീതിയും എനിക്കറിയുന്ന രീതിയിൽ മാത്രമാണ് ഞാൻ ഓരോ വീഡിയോസും നിങ്ങളിലേക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്, നിങ്ങളുടെ വീഡിയോ അപ്ലോഡ് ചെയ്യണത്, നിങ്ങൾക്ക് തരണത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറവുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. വീണ്ടും ഇത് റിപ്പീറ്റായിട്ട് പറയണതും അതുകൊണ്ടാണ്. എൻ്റെ എല്ലാ വീഡിയോസും ചിലപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റണുണ്ടാവില്ല. എല്ലാവരും ക്ഷമിക്കുക. പിന്നെ ഇന്ന് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞ ഒരു പില്ലോ കവറിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും എന്നൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. പിന്നെ കൂടുതലായിട്ട് ഇനിയും എന്നെ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സ് ഉണ്ട്. ആ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തണം. നന്നായിട്ടുണ്ട് എങ്കിൽ നന്നായിട്ടുണ്ട് എന്നും ഇല്ല എങ്കിൽ ഇല്ല എന്നും പറഞ്ഞോ. നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ കാര്യങ്ങളാണ് നിങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പോൾ ഇന്നത്തെ പില്ലോ കവർ ഇന്ന് റെഡി ആയിട്ടിരിപ്പുണ്ട്. കണ്ടു നോക്കി എല്ലാവരും. അപ്പോൾ ഞാൻ ഇത് നമ്മുടെ തണോണൊക്കെ ഇട്ടിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ.
അപ്പോൾ അങ്ങനെ ഇതാക്കണ്ട ഈ രീതിയിലാണ് എനിക്ക് പില്ലോ കവർ തയ്ക്കാനായിട്ട് ഇപ്പം ഇഷ്ടം. പിന്നെ അതുപോലെ തന്നെ വേറൊരു ഇങ്ങനെ 3 സൈഡിലും എന്നിട്ട് പിന്നി ഇങ്ങനെ കൊടുക്കൂലേ, അങ്ങനെ വെക്കാനും എനിക്കിഷ്ടം. പക്ഷെ അതിനേലും നന്നായിട്ട് എനിക്ക് ഇങ്ങനെ ചെയ്യാനായിട്ടോ എനിക്ക് ഇങ്ങനെ നമുക്ക് തയ്ക്കാൻ അറിയാത്തത് കൊണ്ട് ഇങ്ങനെ ചെയ്യാനായിട്ടാണ് എനിക്ക് എളുപ്പമായിട്ട് തോന്നിയത്. അപ്പോൾ ഇതാണ് കേട്ടോ, ഇത് പെട്ടെന്ന് എനിക്ക് ഒരു ബ്ലാക്ക് കളർ എടുത്ത് വെക്കണമെന്ന് തോന്നി, അങ്ങനെ വെച്ചതാണ് കേട്ടോ. ചേരണം ഉണ്ടാവില്ലായിരിക്കും. അങ്ങനെ അതാ ഒരു പില്ലോ കിട്ടിയിട്ടുണ്ട്. ആ പില്ലിലേക്ക് ഞാൻ തയ്ച്ച പില്ലോ കവർ ഇട്ട് നോക്കാം, നമുക്ക് ഇട്ട് നോക്കാം കേട്ടോ. അങ്ങനെ അപ്പോൾ അങ്ങനെ പില്ലോ കവർ ഇച്ചിരി ലെങ്ത്ത് ഒരു പൊടിക്ക് കൂടുതലാണ് ഫ്രണ്ട്സ്. അങ്ങനെ കുഴപ്പമൊന്നുമില്ല, ഇതിനേലും വലിയ തണോണം ഉണ്ട്. അപ്പോൾ പിന്നെ അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് പെട്ടെന്ന് ഞാനൊരു മീഡിയം തണോണം എടുത്തെന്നുള്ളൂ. തയ്ച്ചപ്പോൾ ഇച്ചിരി അളവ് കൂടിയെന്നുള്ളൂ, കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ ഉറങ്ങാൻ പോവാം ഫ്രണ്ട്സ്. എനിക്ക് പുതിയ തണോണമൊക്കെ കിട്ടി, ഞാൻ ഉറങ്ങാൻ പോവാം. ഗുഡ് നൈറ്റ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ്. ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ലാസ്റ്റ് ഭാഗമെങ്കിലും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പിന്നെന്താ ഫ്രണ്ട്സ്, ഇതാണ് ഞാൻ ബെഡിൽ വെച്ചിട്ട് എടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ. ഇതാണ് എൻ്റെ ഒരു പില്ലോ കവർ ഞാൻ തയ്ച്ചതിൻ്റെ ഇത് കാണിച്ചു തരണതാട്ടോ. ഇങ്ങനെയാണ് ഒരു സൈഡ്, മറ്റേ സൈഡ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പം ഇങ്ങനെ ഒരു സൈഡ് ഞാൻ 4 വശം കാണിച്ചു തരണത്. ഇങ്ങനെ ഒരു സൈഡ് ഇത് എങ്ങനെ എടുക്കണേന്ന് മനസ്സിലാവണില്ല. ഇങ്ങനെ ഒരു സൈഡും മറ്റേ വശം അപ്പുറത്ത് മറിച്ചിടുമ്പോൾ ഇങ്ങനെയായിരിക്കും കേട്ടോ. ആ ബ്ലാക്ക് ഷെയ്ഡ് നമുക്ക് കാണാൻ പറ്റൂല. അപ്പോൾ ഇങ്ങനെയാണ് കറക്റ്റ് അളവ്. ബ്ലാക്ക് വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ടാറ്റാ, പോയി വരാം.